റാപ്പർ വേടനെതിരെ ചില ഉദ്യോഗസ്ഥർ അമിത താൽപര്യമെടുത്ത് ആഘോഷമാക്കുന്ന രീതി ഒരു തരത്തിലും അഭികാമ്യമല്ലെന്ന് ജോൺ ബ്രിട്ടാസ് എം പി. വേടന്റെ കഴുത്തിൽ പുലിപ്പല്ല് കണ്ടെത്തിയത് മഹാസംഭവമെന്ന നിലയ്ക്കാണ് പ്രചരിപ്പിക്കപ്പെടുന്നതെന്നും ജോൺ ബ്രിട്ടാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: റാപ്പർ വേടനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ സംഗീതശാഖ എനിക്കത്ര പരിചിതവുമല്ല. എന്നാൽ അദ്ദേഹത്തെ മുൻനിർത്തി സൃഷ്ടിക്കപ്പെട്ട വിവാദത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ. എന്നാൽ ചില ഉദ്യോഗസ്ഥർ അമിത താൽപര്യമെടുത്ത് ആഘോഷമാക്കുന്ന രീതി ഒരു തരത്തിലും അഭികാമ്യമല്ല. വേടന്റെ കഴുത്തിൽ പുലിപ്പല്ല് കണ്ടെത്തിയത് മഹാസംഭവമെന്ന നിലയ്ക്കാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. ആറ്റം ബോംബൊന്നുമല്ലല്ലോ അത്. എത്രയോ പഴയ വീടുകളിൽ വന്യമൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ ഉണ്ടാകും. ഇതിനേക്കാൾ എന്നെ അസ്വസ്ഥമാക്കുന്നത് മറ്റൊരു വാർത്താശകലമാണ്. വേടന്റെ അമ്മ ശ്രീലങ്കൻ വംശജ. ആ കണക്ഷൻ കേസിലുണ്ടെന്ന് വനം വകുപ്പ്. ശുദ്ധ തെമ്മാടിത്തരവും അസംബന്ധവുമാണിത്. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കേരളത്തിലെ പല ഭാഗങ്ങളിലും കൃഷി അസാധ്യമായിരിക്കുകയാണ്. കാട്ടുപന്നിയെയും കുരങ്ങനെയുമൊക്കെ ക്ഷുദ്രജീവികളാക്കണമെന്നാണ് കേരള സർക്കാരിന്റെ ആവശ്യം. എന്നാൽ ഇപ്പോഴും അടുക്കളയിൽ കയറി കറിച്ചട്ടി പൊക്കാൻ വെമ്പുന്ന ചില വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. ഇത്തരത്തിലുള്ള അത്യുത്സാഹമൊന്നും കേരള സമൂഹം അംഗീകരിക്കില്ലെന്ന് ഇവർ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മുൻപ് വേടന് പിന്തുണയുമായി മലങ്കര യാക്കോബായ സുറിയാനി സഭാ നിരണം ഭദ്രാസനം മുൻ മെത്രോപൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസും ഗായകൻ ഷഹബാസ് അമാനുമടക്കം നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ കഞ്ചാവ് ഉപയോഗത്തിനിടെ വേടനെയും ഒപ്പമുണ്ടായിരുന്ന 8 പേരെയും പോലീസ് പിടികൂടിയത്. ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിരുന്നു. ഇതിനിടെയാണ് വേടൻ ധരിച്ചിരുന്ന മാലയിലെ പുലിപ്പല്ല് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. പരിശോധനയിൽ ഇത് പുലിപ്പല്ലാണെന്ന സംശയം ശക്തിയായതോടെയാണ് വേടനെതിരെ മൃഗവേട്ട ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി വനം വകുപ്പ് കേസെടുത്തത്. ഇതോടെ കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും വേടൻ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലായി. തുടർന്ന് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. 2 ദിവസത്തിനു ശേഷം പെരുമ്പാവൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വേടന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കേരളം വിട്ടു പോകരുത്, 7 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് ഹാജരാക്കണം, എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയവയാണ് ഉപാധികൾ. Subscribe to One India and never miss an update.